1 ദിനവൃത്താന്തം 16-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. എവിടെ വെച്ചു? കൂടാരത്തിനകത്ത്. കൂടാരമാണ്. കൂടാരത്തിന് എന്തുണ്ട്? കുറ്റിയുണ്ട് അല്ലേ? കൂടാരത്തിനകത്ത് വെച്ചു. അതൊരു പെർമനന്റ് പ്ലേസ് അല്ല. സ്തോത്രം. അതൊരു പെർമനന്റ് പ്ലേസ് അല്ല. പിന്നെയോ നമ്മുടെ സമയം തീർന്നു. സ്തോത്രം. കൂടാരം പെർമനന്റ് അല്ല. അർത്ഥം എന്നാന്നറിയാമോ? സ്തോത്രം. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഒരു സ്ഥലത്ത് പാർക്കുന്നവരല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാവിലെ ഇവിടെയാണെങ്കിൽ, രാവിലെ ആലുവയിലാണെങ്കിൽ വൈകിട്ട് ബോംബെയിലായിരിക്കും. സ്തോത്രം. അപ്പം ഇവിടുത്തെ സാന്നിധ്യം എവിടെ പോരും? എൻ്റെ കൂടെ പോരും. പ്രൈസ് ഗോഡ്. ഒരിടത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവജനം മൂവ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഈ സാന്നിധ്യം കൂടെ ഉണ്ടാകും. ഈ സാന്നിധ്യം മൂവ് ചെയ്യുന്നതനുസരിച്ച് ദൈവജനം മൂവ് ചെയ്യും. എത്ര ഐക്യതയോടുള്ളൊരു പോക്കാന്ന് നോക്കി. ദൈവവുമായിട്ടൊരു ഭിന്നതയുമില്ല. സ്തോത്രം. ദൈവമക്കളെ, എന്നെ നിങ്ങളെ സ്തോത്രം പറഞ്ഞു വിട്ടിട്ട് ഒരിടത്തിരിക്കുന്ന സാന്നിധ്യമല്ല ഇത്. ശിഷ്യന്മാരെ സ്തോത്രം ഗലീലയിലെ അക്കരയ്ക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയെങ്കിലും ആ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. 1-ാം യാമം കണ്ട ദൈവമാ, 2-ാം യാമവും കണ്ട ദൈവമാ, 3-ാം യാമവും കണ്ട ദൈവമാ. 4-ാം യാമത്തിൽ അവർ തകർന്നു പോകുമെന്ന് കണ്ടപ്പോൾ ഇറങ്ങി വന്നത്. 4-ാം യാമത്തിന്റെ അപ്പുറത്തേക്ക് വിടാതെ വണ്ണം സാന്നിധ്യം നീ അറിയാതെ കൂടെ ഉണ്ടെന്നുള്ളത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. തകർച്ചയ്ക്ക് മുമ്പായി ഉയർത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എടുക്കണ്ട. ശലോമോൻ ഒരു ദേവാലയം പണിതു. ആ ദേവാലയത്തിൻ്റെ അകത്ത് ഈ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. ഹല്ലേലൂയ. പെട്ടകം വിശ്രമിക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ഗോഡ്. ദേവാലയത്തിൻ്റെ അകത്ത്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവജനം ആലയത്തിൻ്റെ അകത്ത് വരുമ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കുക.